2008 ചാവക്കാട് നടന്ന ഒരു ക്രൈമാണ് ഇന്നത്തെ വിഷയം. ശരിക്കും പറഞ്ഞാൽ ഒക്ടോബർ 27, 2008 ഒക്ടോബർ 27 തൃശ്ശൂരിലെ ചാവക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ഒരു പ്രശ്നമാണ്. ആ ചാവക്കാട് ഈ സംഭവം നടക്കുന്ന ദിവസം രാവിലെ സാധാരണ നിലയിൽ ചാവക്കാടിൻ്റെ കടലോരത്ത് മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികൾ മത്സ്യബന്ധനം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് വലകളെല്ലാം കുടഞ്ഞു വിരിക്കുന്ന ഒരു കാര്യപരിപാടി നടക്കാറുണ്ട്. രാവിലെ പുലർച്ചയോടുകൂടി തന്നെ അവർ കടലിൽ പോയിട്ട് മടങ്ങിയെത്തും. അതിനുശേഷം അവരുടെ പ്രധാന ജോലി ഈ വലകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചെറിയ മത്സ്യങ്ങളെ എടുത്ത് കളയുക, അതുപോലെ മറ്റ് ചപ്പുചവറുകളുണ്ടെങ്കിൽ അതിനെ കളയുക, വലയിൽ എന്തെങ്കിലും പൊട്ടലുണ്ടെങ്കിൽ അതിനെ കുത്തിക്കെട്ടുക, ഇതൊക്കെയാണ് അവർ ചെയ്യുന്ന പരിപാടികൾ. അങ്ങനെ അവർ കൂട്ടമായിട്ടിരുന്ന് ഈ വലയിലുള്ള ഈ വേസ്റ്റുകളെല്ലാം ഇങ്ങനെ വലിച്ചെറിയുന്ന സമയത്ത് അതിൽ ഒരാൾ ഒരു കാഴ്ച കണ്ടു. ആ കാഴ്ച വലയിലോ കടലിലോ അല്ല, സമീപത്തുള്ള ഒരു കുറ്റിക്കാടുണ്ട്, ഒരു ചെറിയ പുരയിടമാണ്. അവിടെ കാടുകൾ പടർന്ന് കിടക്കുന്ന സ്ഥലമാണ്. ഏതാണ്ട് അതിൻ്റെ സമീപം ഇരുന്നാണ് ഇവർ ഈ വലയിലുള്ള ഈ വേസ്റ്റുകൾ കളയുന്നത്. അത് ഒരു കാല് അവിടെ ഈ പതിഞ്ഞ് ഉയർന്നു നിൽക്കുന്നത് പോലെ അതിൽ ഒരാൾ കണ്ടു. അപ്പോൾ ആ കാല് എന്ന് പറഞ്ഞാൽ ഒരു വലിയ മനുഷ്യൻ്റെ കാലൊന്നുമല്ല, ഒരു വളരെ കുട്ടിയായ ഒരാളുടെ കാലാണ് എന്ന് ഇയാൾക്ക് തോന്നി. ആദ്യം ഇയാൾ സംശയിച്ചു, അത് ഇനി എനിക്ക് തോന്നലാണോ അല്ലയോ, അതോ തെങ്ങിൽ നിന്നും വീണ് എന്തെങ്കിലും ഓലയോ മറ്റോ കിടക്കുമ്പോൾ നമുക്കൊരു തോന്നൽ വരുമല്ലോ, അതാണോ എന്ന് അയാൾ സംശയിച്ചു. എന്നാലും അയാളുടെ മനസ്സനുവദിക്കുന്നില്ല. അയാൾ മറ്റുള്ളവരോട് പറഞ്ഞു, കേട്ടോ നോക്ക്, അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്, ഒരു കാലാണെന്ന് എനിക്ക് തോന്നുന്നു, എന്തായാലും നമുക്കൊന്ന് നോക്കണം എന്ന് പറഞ്ഞ് മറ്റുള്ളവർ നോക്കിയപ്പോൾ അവർക്കും തോന്നി എന്തോ ഒരു വ്യക്തിയുടെ, ഒരു കുട്ടിയുടേതാണെന്ന് തോന്നുന്നു. കാരണം കാലിന് അധികം നീളമില്ല, അതുപോലെ വണ്ണവുമില്ല. അപ്പോൾ കുട്ടിയുടേതായിരിക്കും. ഇവരെല്ലാം ഓടുകയാണ്. 6 പേരുണ്ടായിരുന്നു ആ വല വേസ്റ്റ് കളയാൻ ഇരുന്ന 6 തൊഴിലാളികളും കൂടെ ഓടി ആ തൊട്ടടുത്ത കടൽ തീരത്തിനോട് തൊട്ടടുത്ത പുരയിടത്തിലേക്ക് എത്തുമ്പോൾ കണ്ടത് ശരി തന്നെയാണ്. അത് ഒരു കാല് എന്നുള്ളതല്ല, ഒരു കുട്ടി, ഏകദേശം 10-11 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു കുട്ടി കമിഴ്ന്ന് കിടക്കുകയാണ്. പുരയിടത്തിലെ മണ്ണിൽ കമിഴ്ന്ന് കിടക്കുകയാണ്. അവൻ്റെ ശരീരത്ത് ഒരു ഡ്രസ്സ് പോലുമില്ല. അവൻ കമിഴ്ന്ന് കിടക്കുന്നു എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അവർ കൈവച്ചൊക്കെ നോക്കി, ജീവനുണ്ടോ? ജീവനില്ല. കുട്ടി മരിച്ച നിലയിൽ തന്നെയാണ്. അവൻ്റെ വസ്ത്രങ്ങളൊക്കെ തന്നെ, അവൻ്റെ ഒരു നിക്കറും ഷർട്ടും തൊട്ടടുത്ത് തന്നെ ഊരി മാറ്റിയിട്ടിരിക്കുന്നത് കാണുന്നുണ്ട്. പക്ഷേ വേറൊരു ഷഡ്ഡി, അടിവസ്ത്രം, അത് വലിയൊരു മനുഷ്യൻ ഉപയോഗിക്കുന്ന അടിവസ്ത്രമാണെന്ന് കണ്ടാൽ തന്നെ തോന്നും അത് സമീപത്ത് കിടപ്പുണ്ട് താനും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഒന്നുകിൽ ഈ കുട്ടിയെ ആരോ കൊലപ്പെടുത്തി, എങ്ങനെയോ കൊലപ്പെടുത്തി. അത് എന്ത് കാരണം എന്നൊന്നും ഈ പാവം തൊഴിലാളികൾക്ക് അറിഞ്ഞിട്ടില്ല, അവരറിയേണ്ട കാര്യവുമില്ല. അപ്പോൾ പക്ഷേ അറിയിക്കേണ്ട ഒന്നാമത്തെ ചുമതല പോലീസിനെയാണ്. അവർ ചാവക്കാട് പോലീസിലേക്ക് വിവരം കൊടുക്കുകയാണ്. ഇത് ഇങ്ങനെ ഒരു കുട്ടിയുടെ ബോഡി അവിടെ ഉണ്ട്, അത് ഡെഡ് ബോഡിയാണെന്ന് അറിഞ്ഞ വിവരം കേട്ട് എല്ലാവരും ഓടിക്കൂടും സ്വാഭാവികമായിട്ട്. പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ അടുത്തടുത്ത് ഒരുപാട് താമസിക്കുന്നുണ്ട്. എല്ലാവരും കൂടെ ഓടിക്കൂടി എത്തിയപ്പോൾ കാണുന്നത് ഇത് തന്നെയാണ്. പോലീസ് പാഞ്ഞെത്തുകയാണ്. 10-11 വയസ്സുള്ള ഒരു കുട്ടിയാണ് അൺഡ്രസ്ഡായിട്ട് അവിടെ മരണപ്പെട്ട് കിടക്കുന്നത്. ചാവക്കാട് പോലീസിൻ്റെ പരിധിയിൽ വരുന്നുള്ള അവരുടെ ജൂറിസ്ഡിക്ഷനാണ്. അവർ അവിടെ എത്തുമ്പോൾ അവർ കാണുന്നതും ഇതേ കാഴ്ചയാണ്. കമിഴ്ന്ന് ഒരു കുട്ടി കിടക്കുന്നു, അവൻ്റെ ഡ്രസ്സുകൾ സമീപത്ത് കിടക്കുന്നു. പക്ഷേ അവൻ്റെ ശരീരത്തിനോട് ഏതാണ്ട് ചേർന്ന് തന്നെ ഒരു ഷഡ്ഡി കിടക്കുന്നുണ്ട്. പോലീസ് ഇത് മുഴുവൻ സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിന് വേണ്ടി തുടങ്ങുമ്പോൾ ബന്ധപ്പെട്ട 2 ഡിപ്പാർട്ട്മെൻറ്റിന് അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കാനുണ്ട്. ഒന്ന് ഫോറൻസിക് വിഭാഗം, 2 ഡോഗ് സ്ക്വാഡ്. കാരണം ഏത് മർഡർ നടന്നാലും ഈ 2 വിഭാഗം നിർബന്ധമായും ആ സ്പോട്ടിൽ എത്തിയിരിക്കണം. അല്ലെങ്കിൽ പല തെളിവുകളും നഷ്ടപ്പെടും. വൈകാനും പാടില്ല. കാരണം ആളുകൾ ഓടിക്കൂടുന്നു. ഏതെങ്കിലും ഒരാൾ അതിനകത്തോട്ട് ഒന്ന് എൻക്രോച്ച് ചെയ്ത് കയറി കഴിഞ്ഞാൽ എവിഡൻസ് നഷ്ടപ്പെടും. ഫോറൻസിക് വിഭാഗം എത്തുന്നു, ഡോഗ് സ്ക്വാഡ് എത്തുന്നു. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ചാവക്കാട് ഈ സ്പോട്ടിനടുക്കലായിട്ട് ഒരു ക്ഷേത്രമുണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിൽ തലേ ദിവസം അവസാന ഉത്സവ ദിവസമായിരുന്നു.
വൻ ആൾത്തിരക്കുള്ള ഒരു ഉത്സവമാണ്. അവിടെ 4 അയൽപ്പക്കത്തു നിന്നൊക്കെ ഒരുപാട് ആളുകൾ വന്നു കൂടുന്ന ഒരു പ്രധാനപ്പെട്ട ഉത്സവമാണ്. അപ്പോൾ തലേന്ന് ഉത്സവം തീരുമ്പോൾ വെളുപ്പാങ്കാലമായി. അങ്ങനെ പല ആളുകളും അതിനുശേഷമാണ് ഉറങ്ങാൻ പോയത്. അതുകൊണ്ട് തന്നെ ഈ സംഭവം പതിയെ പതിയെയാണ് ആളുകളുടെ ചെവിയിലെത്തിയത്. കേട്ട ഉടനെ ആളുകളെല്ലാം ഓടി അവിടെ എത്തുന്നുണ്ട്. ഇതിനിടയ്ക്ക് പോലീസിൻ്റെ ഇൻഫർമേഷൻ അനുസരിച്ച് ഡോഗ് സ്ക്വാഡ് എത്തുന്നു, ഫോറൻസിക് വിഭാഗം എത്തുന്നു. ഫോറൻസിക് വിഭാഗം പരിശോധനയൊക്കെ തുടങ്ങുന്നു. ഡോഗ് ആ സ്പോട്ടിൽ നിന്നും ഈ കുട്ടിയുടെ വസ്ത്രം മണപ്പിച്ചു പോലീസ്. തുടർന്ന് അവിടെ കിടന്ന ഷഡ്ഡി മറ്റാരുടെ ആണ് എന്ന് വ്യക്തമാണ്. കാരണം വലിയ അളവുണ്ട്. ഏതാണ്ട് 95 സെൻറ്റിമീറ്റർ വരെ വലിപ്പമുള്ള ഒരു അണ്ടർവെയർ ആണത്. ആ ഷഡ്ഡിയിൽ മണപ്പിച്ചിട്ട് ഈ ഡോഗ് ഓടിപ്പോയത് ഉത്സവപ്പറമ്പിലാണ്. ഉത്സവപ്പറമ്പിൻ്റെ പല ഭാഗത്തും ഈ ഡോഗ് കറങ്ങിയിട്ട് അവിടെ നിന്നു. പിന്നീട് ഡോഗ് എങ്ങോട്ടും പോയിട്ടില്ല. ഈ ഡെഡ് ബോഡിയിൽ നിന്നും പോയ ഡോഗിൻ്റെ ഏകദേശം അവസാനം എത്തിച്ചേർന്നത് ഉത്സവപ്പറമ്പിൽ തന്നെയാണ്. അപ്പോൾ ഒന്ന് വ്യക്തമാണ്, ഉത്സവപ്പറമ്പുമായി ഈ കുട്ടിക്ക് എന്തോ ബന്ധമുണ്ട്. ഒന്നുകിൽ കുട്ടി ഉത്സവപ്പറമ്പിൽ നിന്നും വന്നതാകാം, 2 ഈ കുട്ടിയെ കൊലപ്പെടുത്തിയ വ്യക്തിയും അവിടെ നിന്നും വന്നതാകാം. പോലീസ് അന്വേഷണം നടത്തുമ്പോൾ ഫോറൻസിക് വിഭാഗത്തിൻ്റെ 1ാമത്തെ പ്രാഥമിക പരിശോധന കഴിഞ്ഞു. അവർ പറഞ്ഞത് ഈ കുട്ടി പ്രകൃതി വിരുദ്ധ ലൈംഗിക കാര്യങ്ങൾക്ക് വിധേയനായിട്ടുണ്ട്. ആ തൊട്ടടുത്ത് കിടന്ന ഷഡ്ഡിയിൽ സെമൻ പറ്റിപ്പിടിച്ചിട്ടുണ്ട്. അതുപോലെ കുട്ടിയുടെ ശരീരത്തിലും സെമൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു പുരുഷൻ്റേതായിട്ടുള്ള ഈ ലൈംഗിക കാര്യത്തിനു ശേഷം പുറത്തേക്ക് വരുന്ന ഒരു ദ്രാവകമാണത്. അത് ആ ഷഡ്ഡിയിൽ പറ്റിപ്പിടിച്ചിട്ടുണ്ട്. ഒന്ന് തീർച്ച, പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഈ കുട്ടി വിധേയനായിട്ടുണ്ട്. അപ്പോൾ പോലീസിന് അത്രയും കാര്യങ്ങൾ പ്രാഥമികമായി കിട്ടുന്നു. ഈ പോലീസിൻ്റെ ആ നേതൃത്വം വഹിച്ച സബ് ഇൻസ്പെക്ടർ വിവരം DYSPക്ക് അറിയിക്കുകയാണ്. DYSP എന്ന് പറയുന്നത് മിടുക്കനായ ഒരു TK തോമസ് ആണ്. അദ്ദേഹത്തിന് ഇത്തരം കേസുകൾ എങ്ങനെ കൊണ്ടുപോകണമെന്ന് വ്യക്തമായിട്ടും അറിയാം. ഇവിടെ പ്രകൃതി വിരുദ്ധ പീഡനം നടന്നിരിക്കുന്നത് 11 വയസ്സുകാരനായ ഒരു കുട്ടിയുടെ മേലാണ്. പക്ഷേ ഈ പോലീസിന് ഈ സംഭവങ്ങളെല്ലാം നടക്കുമ്പോൾ പോലും ഒരാൾ പോലും ഒരു കുട്ടി അവിടെ ഒരു മിസ്സിംഗ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ചാവക്കാട് പോലീസ് സ്റ്റേഷനിലും അപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഉടനെ തന്നെ മറ്റ് പോലീസ് സ്റ്റേഷനുകളിൽ വിവരം അറിയിച്ചു, ഒരു കുട്ടി മിസ്സിംഗ് ആയ റിപ്പോർട്ട് വന്നിട്ടുണ്ടോ. പല പോലീസ് സ്റ്റേഷനിൽ നിന്നും കിട്ടിയ വിവരം ഇല്ല, അങ്ങനെ ഒരു മിസ്സിംഗ് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. സമീപത്ത് നിന്ന് ആരും തന്നെ അത് വരുന്നുമില്ല. ഒരു കുട്ടി നഷ്ടപ്പെട്ട് നിലവിളിച്ചുകൊണ്ട് വരണമല്ലോ പലരും, കുട്ടിയെ കാണാനില്ല എന്ന്. അപ്പോൾ ഒരു പക്ഷേ പോലീസിൻ്റെ ന്യായമായ സംശയം, ഈ ഉത്സവത്തിന് ദൂരെ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടാകാം. ആ വന്നിട്ടുള്ള ആളുകൾക്കിടെ കൂടെ വന്ന ഒരു കുട്ടിയാകാം ഇങ്ങനെ ഒരു സംഭവത്തിന് വിധേയനായത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ കൊണ്ടുവന്ന വ്യക്തികൾ പോലീസിൽ റിപ്പോർട്ട് ചെയ്യണമല്ലോ, ഇങ്ങനെ ഒരു കുട്ടി കൊണ്ടുവന്നു ഇപ്പം കാണാനില്ല എന്ന്. അതും വന്നിട്ടില്ല. എനിഹൗ ഒരു മിസ്സിംഗ് റിപ്പോർട്ട് പോലീസ് FIR തയ്യാറാക്കി വെക്കുകയാണ്, രേഖ കറക്റ്റാക്കി വെക്കുകയാണ്. ഇതേ സമയം മറ്റൊന്ന് പോലീസിൻ്റെ ശ്രദ്ധയിൽ വരികയാണ്. അത് ഈ ഷഡ്ഡിയിലുള്ള ഒരു ബ്രാൻഡ് നെയിമാണ്, കമ്പനി നെയിം. MR എന്ന കമ്പനി നെയിം ആ ഷഡ്ഡിയിലുണ്ട്. അപ്പോൾ ഷഡ്ഡി ഉപയോഗിച്ചിരിക്കുന്നത് ഒരു വ്യക്തി, MR ബ്രാൻഡ് എന്ന് പറയുന്ന ഷഡ്ഡി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒന്നാമത് പോലീസിന് ആ വിവരം കിട്ടുന്നു. രണ്ടാമത് അപ്പോൾ തന്നെ SP കൊടുത്ത നിർദ്ദേശം, ഈ ചാവക്കാട് പോലീസ് സ്റ്റേഷൻ, കാരണം ഇത് നടന്നിരിക്കുന്നത് ചാവക്കാടാണ്, അവിടെ ഇത്തരം പ്രവൃത്തി ചെയ്യുന്ന ഏതെങ്കിലും ക്രൈം റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഈ ആൺകുട്ടികളെ ലൈംഗികപരമായി ഉപയോഗിക്കുന്ന ഏതെങ്കിലും വ്യക്തികളെ സംബന്ധിച്ചിട്ടുള്ള ഈ ക്രൈം റിപ്പോർട്ടാണ്. ഇത് സ്ഥിരം സ്വഭാവമായി കൊണ്ടു നടക്കുന്ന ആളുകൾ എല്ലായിടത്തുമുണ്ട്. ആ ആളുകൾ ആരൊക്കെയാണെന്ന് പോലീസിന് അറിയാം. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇവരുടെ ഇത്തരം കാമകേടുകളെ സംബന്ധിച്ചിട്ടുള്ള പലതരം കേസുകളും അവിടെ വരാറുണ്ട്. അതുകൊണ്ട് അത്തരം സ്വഭാവമുള്ള ആളുകളെ സംബന്ധിച്ച് റെക്കോർഡ് ഉണ്ടാകും. അത് മോഷണ കാര്യത്തിലുണ്ടാകും. ഓരോ തരത്തിൽ മോഷണം നടത്തുന്ന ആളുകൾ, വാതിൽ പൊളിച്ച് കയറുന്നവൻ, പൂട്ട് പൊളിച്ച് കയറുന്നവൻ, ജനൽ പൊളിച്ച് കയറുന്നവൻ, ഓടിളക്കി കയറുന്നവൻ, അങ്ങനെ പലതരം സ്ഥിരം സ്വഭാവം ഒരു മോഷണത്തിൽ ഉണ്ടാകുന്നത് പോലെ ഈ കൊലപാതകത്തിലും ഉണ്ടാകും.
കൊലപാതകത്തിൽ നടത്തുന്ന വ്യക്തികൾ സ്ഥിരമായും ഏതെങ്കിലും തരത്തിലുള്ള ഒരു രീതിയിലൂടെയായിരിക്കും അവൻ കൊലപാതകം നടത്തുക. അത് വെട്ടിക്കൊല്ലുന്നവർ, കുത്തിക്കൊല്ലുന്നവർ, തോക്ക് ഉപയോഗിക്കുന്നവർ, കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നവർ, കയറുകൊണ്ട് കഴുത്ത് ഞെരിക്കുന്നവർ, കെട്ടിത്തൂക്കുന്നവർ, ഇതൊക്കെ സ്ഥിരം ശൈലികളാണ്. പല പ്രൊഫഷണൽസും അങ്ങനെയാണ് ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു പ്രൊഫഷണൽ ഏതെങ്കിലും തരത്തിൽ ഈ മുമ്പ് കുട്ടികളെ ലൈംഗികപരമായി ഉപയോഗിക്കുന്ന ക്രൈം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. ആ പരിശോധനയിൽ 4 വ്യക്തികളെ കുറിച്ചിട്ടുള്ള വിവരം പോലീസിന് കിട്ടുകയാണ്. അത് DOSPക്ക് ആ ഇൻഫർമേഷൻ പോലീസ് കൈമാറുന്നു. 4 പേർ ചാവക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തന്നെ ഈ ചെറിയ കുട്ടികളെ ലൈംഗിക കാര്യത്തിന് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ അന്വേഷണങ്ങൾ നടക്കുമ്പോൾ തന്നെ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ഡെഡ് ബോഡി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായത് കുട്ടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് റിപ്പോർട്ടിൽ വ്യക്തം. പോലീസ് സംശയിച്ചത് ന്യായമായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ വന്നിട്ടുണ്ട്. കുട്ടിയെ ബലാത്കാരമായിട്ട് അതിന് ഉപയോഗിച്ചിരിക്കുന്നു, ശ്വാസം മുട്ടിച്ചിരിക്കുന്നു. അത് ശരിക്കും ആ കുട്ടിയെ ബലം പ്രയോഗിച്ചിട്ട് കീഴ്പ്പെടുത്തിയിട്ടാണ് ഈ ലൈംഗിക ആഭാസം കാണിച്ചിരിക്കുന്നത് എന്ന് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വരികയാണ്. ഈ സമയം ഏകദേശം ഒരു 12 മണി, 11:30ക്കും 12നും ഇടയ്ക്കിൽ 2 പേർ ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ എത്തുകയാണ്. അത് ഒരു ഭാര്യയും ഭർത്താവുമാണ്. ഇവർ ഭർത്താവിൻ്റെ പേര് രഘു എന്നും ഭാര്യയുടെ പേര് പ്രീത എന്നുമാണ്. ഇവരെത്തിയത് അവരെ കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടാണ്. ആ കുട്ടിക്ക് അവർ പറഞ്ഞൊരു 11 വയസ്സുള്ള മകനെയാണ് കാണാതായത്. തലേ ദിവസം അവൻ്റെ മാമനോടൊപ്പം ഉത്സവത്തിന് അവനെ അയച്ചിരുന്നു. ഇടക്കടിയൂർ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമായതുകൊണ്ട് ഇവർക്കന്ന് പോകാൻ വയ്യ. പക്ഷേ മകൻ കിടന്ന് കരച്ചിൽ ഉത്സവം കാണാൻ പോകണം. അവൻ്റെ കൂട്ടുകാരൊക്കെ പോവുകയാണ്. എനിക്കും പോകണമെന്ന് അവൻ വാശി പിടിച്ചപ്പോൾ മാതാപിതാക്കൾ അവൻ്റെ മാമൻ കൂടി പോകുന്നുണ്ട്. മാമൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ അമ്മയുടെ സഹോദരൻ, സ്വന്തം മാമൻ പോകുമ്പോൾ ഞാൻ കൂടി പോകാമെന്ന് പറഞ്ഞ് അവൻ റെഡിയായി. അങ്ങനെ മാമൻ പറഞ്ഞു ഞാൻ കൊണ്ടുപോകാം, ഞാൻ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരാം എന്ന് പറഞ്ഞപ്പോൾ മാമനോടൊപ്പം അവർ അയക്കുകയാണ് ചെയ്തത്. പക്ഷേ കുട്ടി 11 മണിയായിട്ടും തിരിച്ചെത്തുന്നില്ല പകൽ. അപ്പോൾ അമ്മയും അച്ഛനും ആകെ വേവലാതിയായി. ഒരുപക്ഷെ അവൻ ഉത്സവം കഴിഞ്ഞിട്ട് വെളുപ്പാങ്കാലം എവിടെയെങ്കിലും കിടന്നുറങ്ങിയിട്ടുണ്ടാവും, മാമനും കൂടി ഉണ്ടാവും. അതുകൊണ്ട് പേടിക്കാനില്ല എന്ന് കരുതിയാണ് അവൻ ഇതുവരെ കാത്തിരുന്നത്. പക്ഷേ 11 മണിയായിട്ടും തിരിച്ചു വന്നില്ല. ഇവർ ഈ ഭാര്യയും ഭർത്താവും കൂടെ നേരെ മാമൻ്റെ വീട്ടിൽ പോയി. മാമൻ അവിടെ ഉറക്കമാണ്. മാമനെ വിളിച്ചുണർത്തി ചോദിച്ചു, എവിടെ ഞങ്ങളുടെ മോൻ എവിടെ പോയി, അവനെ കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചു. മാമൻ അന്തം വിട്ടു. അയ്യോ, അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നതല്ലേ. പക്ഷേ അവൻ്റെ കൂട്ടുകാർ വന്ന് വിളിച്ചപ്പോൾ അവൻ കളിപ്പാട്ടം നോക്കാം, കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞ് അവൻ കൂട്ടുകാരോടൊപ്പം പോയി. അപ്പം ഞാൻ വിചാരിച്ചു കൂട്ടുകാരോടൊപ്പം അല്ലേ, ഇവിടെ സമീപത്തുള്ള കൂട്ടുകാരാണ്, അവരോടൊപ്പം പോയപ്പോൾ എനിക്ക് പിന്നെ വേറെ പേടിക്കാനൊന്നുമില്ലല്ലോ, അവൻ അവരോടൊപ്പം തന്നെ വീട്ടിലേക്ക് വന്നു കാണും എന്നാണ് ഞാൻ കരുതിയത് എന്ന് പറഞ്ഞ് മാമൻ കൈമലർത്തുകയാണ്. ശരിക്കും കരണക്കുറ്റിക്കൊന്ന് കൊടുക്കാനുള്ളതാണ്. ഉത്തരവാദിത്ത ബോധമില്ലാത്തൊരു മനുഷ്യൻ. ഇനി യവനാണോ, നമുക്കിപ്പോൾ സംശയം തോന്നുന്നത് യവനാണോ ആ കുട്ടിയെ അപകടപ്പെടുത്തിയത് എന്നുള്ളതാണ്. മാമനാണെങ്കിലും മച്ചമ്പി ആണെങ്കിലും നമ്മുടെ ഈ രാജ്യത്ത് ഇപ്പോൾ ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടം കൂടിയാണ്. പക്ഷേ എന്നാലും അയാൾ പറഞ്ഞതനുസരിച്ച് ഈ അമ്മയും അച്ഛനും കൂടി സമീപത്തുള്ള കൂട്ടുകാരുടെ വീടുകളിലൊക്കെ പോയി. അവരെല്ലാം കൈമലർത്തി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ഇടയ്ക്ക് പിന്നെ അവനെ കണ്ടില്ല, അവൻ മാമൻ്റെ കൂടെയാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കരുതി അവൻ മാമൻ്റെ കൂടെ പോയി കാണും, അതുകൊണ്ട് ഞങ്ങൾ ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കുക, മാമനും കൈയൊഴിഞ്ഞു, കൂട്ടുകാരും കൈയൊഴിഞ്ഞു. പിന്നെ ഇവർക്ക് യാതൊരു നിവൃത്തിയില്ല, പോലീസിലേക്ക് ഓടുകയുള്ളൂ. ബന്ധുവീടുകളൊന്നും പോയിട്ടില്ല എന്ന് അവർക്ക് ഫോൺ വിളിച്ചപ്പോൾ എല്ലാവരും പറയുകയും ചെയ്യുന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അവിടെ ഈ മിസ്സിംഗ് കംപ്ലൈൻറ്റ് ചെയ്യുമ്പോൾ ഇവിടെ പോസ്റ്റ്മോർട്ടം നടക്കാനുള്ള ഡെഡ് ബോഡി പോലീസ് അവിടെ എത്തിക്കുകയാണ്. അപ്പോൾ പോലീസിന് ഒരു കാര്യം ഏകദേശം ഉറപ്പായി, ഈ കുട്ടി എവരുടേതാണോ എന്ന് സംശയിക്കപ്പെടുന്നു. കാരണം ഉത്സവ പറമ്പിൽ നിന്നും സമീപത്തുള്ള പുരയിടത്തിലാണ് ഈ കുട്ടിയുടെ ഡെഡ് ബോഡി കടന്നത്. ഇവർ പറയുന്ന പ്രായവും അവർ പറയുന്ന രൂപവും വെച്ച് നോക്കിയാൽ കുട്ടി ഇത് തന്നെ എന്ന് പോലീസിന് വ്യക്തമാവുകയാണ്. പക്ഷേ ഇവർ നേരിൽ കണ്ട് ബോധ്യപ്പെടണമല്ലോ. അപ്പോൾ അവരെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ കൂട്ടിക്കൊണ്ട് ആശുപത്രിയിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ അച്ഛനും അമ്മയും എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാണ്. അവരപ്പം മുതലേ ആ പോലീസ് ജീപ്പിലിരുന്ന് അലമുറ ഇടാൻ തുടങ്ങിയതാണ്. അവിടെ കൊണ്ടുപോയി നേരെ കൊണ്ടുപോയത് പോസ്റ്റ്മോർട്ടം ടേബിളിന്, പോസ്റ്റ്മോർട്ടം മുറിയിലേക്കാണ്. അവിടെ എത്തി. അപ്പോൾ പോസ്റ്റ്മോർട്ടം ആരംഭിച്ചില്ല എന്നുള്ളതുകൊണ്ട് ഡെഡ് ബോഡി അവിടെ കിടത്തിയിരിക്കുകയാണ്.
ഇവർ കുട്ടിയെ കണ്ടതും അച്ഛനും അമ്മയും നിലവിളിയോടുകൂടി, ശരിക്കും അമ്മ ബോധം കെട്ട് വീണു, അച്ഛൻ കൂട്ട നിലവിളിയിലും. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഏക മകനായ കുട്ടിയാണ്. അവർ വളരെ വിശ്വാസത്തോടു കൂടി മാമൻ്റെയോടൊപ്പം ഉത്സവം കാണാൻ അയച്ചതാണ്. ഇപ്പം ഇതാ ടേബിളിൽ കിടക്കുകയാണ്, മരിച്ച് ആ കുട്ടി വിറങ്ങലിച്ച് കിടക്കുകയാണ്. കാരണം തലേന്നേ മരണപ്പെട്ട കുട്ടിയാണ്. ഇപ്പോൾ തന്നെ ശരീരം തണുത്ത് വിറങ്ങലിച്ചിരിക്കുന്നു. അവരെ ഒരുവിധം പോലീസ് അവിടെ നിന്ന് മാറ്റി. അത് അവരുടെ കുട്ടി തന്നെയാണെന്ന് പോലീസിന് ബോധ്യപ്പെട്ടു. ഈ പോലീസിന് അങ്ങനെ ബോധ്യപ്പെട്ടാൽ പോരല്ലോ, ഈ ഡെഡ് ബോഡി ആരുടേതാണെന്ന് പോലീസിന് ഇപ്പോൾ ക്ലിയറാണ്. അത് ഈ പേരൻസ് റിപ്പോർട്ടിംഗ് നടത്തി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അത് വ്യക്തമാണ്. പക്ഷേ ആരാണ് ഇത് ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ പോലീസ് നേരത്തെ തന്നെ ഇത്തരത്തിൽ കുട്ടികളെ പീഡിപ്പിക്കുന്ന 4 പേരുടെ ലിസ്റ്റ് എടുത്തു എന്ന് പറഞ്ഞില്ലേ? ഇനി അടുത്ത് SP TK തോമസിൻ്റെ ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ 4 പേരെയും കസ്റ്റഡിയിലെടുക്കുക. അതിനുശേഷം അവരെക്കുറിച്ചിട്ടുള്ള വസ്തുതകൾ നമുക്ക് മനസ്സിലാക്കുകയും വേണം. 4 പേരെയും ആ സമയം, കാരണം ഇതിനിടയ്ക്ക് ഉന്നതങ്ങളിൽ നിന്നുള്ള ഇടപെടലുകൾ വന്നു കഴിഞ്ഞു. അവിടെ ഉത്സവത്തിന് ശേഷം നടന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻസിഡൻ്റാണ്. ഒരു കുട്ടി, 11 വയസ്സുള്ള കുട്ടി പീഡിപ്പിക്കപ്പെട്ട് കൊലപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് പോലീസിന് ഇനി ഒട്ടും സമയമില്ല, പ്രതിയെ കണ്ടെത്തിയേ പറ്റൂ. അപ്പോൾ പോലീസ് ഈ 4 പേരെയും അവരുടെ വീടുകളിൽ നിന്നും പൊക്കി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു SP യുടെ മുമ്പിലിട്ട് കൊടുത്തു. DOSP TK തോമസിന് എങ്ങനെയാണ് ഇത്തരം പ്രതികളെ കൈകാര്യം ചെയ്യാനുള്ളതെന്ന് വ്യക്തമായിട്ടും അറിയാം. അവരെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്നും അദ്ദേഹത്തിന് അറിയാം. ഓരോരുത്തരെയായി അദ്ദേഹം വിളിച്ച് സംസാരിക്കാൻ തുടങ്ങി. അറിയേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. നിങ്ങൾ തലേന്ന് എവിടെയായിരുന്നു നിങ്ങൾ ഉണ്ടായിരുന്നത്? തലേ ദിവസം രാത്രി ഈ ഉത്സവത്തിന് നിങ്ങൾ പോയോ? ഉത്സവ പറമ്പിൽ പോയെങ്കിൽ എത്ര സമയം വരെ അവിടെ ഉണ്ടായിരുന്നു? എപ്പോഴാണ് മടങ്ങിപ്പോയത് എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ചോദിച്ച ഈ 4 പേരും പറഞ്ഞ വിവരങ്ങൾ പോലീസ് SP തന്നെ നോട്ട് ചെയ്ത് പോലീസിന് കൈമാറുകയാണ്. ഈ പറഞ്ഞ വിവരങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ തന്നെയാണോ നടന്നത്? ഇവർ ഈ പറഞ്ഞ സമയത്ത് അവരുടെ വീട്ടിലായിരുന്നോ ഉത്സവ പറമ്പിലായിരുന്നെങ്കിൽ എത്ര സമയം വരെ അവിടെ ഉണ്ടായിരുന്നു? ഇതാണ് പോലീസിന് അറിയാനുള്ളത്. കൃത്യമായും SP യുടെ നിർദ്ദേശപ്രകാരം ഈ പ്രതികൾ 4 പ്രതികളെന്ന് പറയാൻ പറ്റില്ല, സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിടികൂടപ്പെട്ടവരാണ്. ഈ 4 പേരും ഈ തലേ ദിവസം എവിടെയായിരുന്നു? ആ ഡീറ്റെയിൽസ് വെച്ച് അവർ പരിശോധിക്കുമ്പോൾ അതിൽ ആദ്യത്തെ 3 പേരും പറഞ്ഞത് വളരെ കൃത്യമാണെന്ന് പോലീസിന് അന്വേഷണത്തിൽ മനസ്സിലായി. കാരണം അവർ വീട്ടിൽ നിന്നും ഉത്സവത്തിന് പോയി, അവർ തിരിച്ചെത്തിയ സമയം അവർ പറയുന്ന കറക്റ്റാണ്. വീട്ടുകാരും അത് സമ്മതിക്കുകയാണ്. കാരണം ഇവർ പോലീസ് സ്റ്റേഷനിലുള്ളതാണെന്ന് വീട്ടുകാർക്ക് അതിനു മുമ്പ് ഒരു ഇൻഫർമേഷനും നുണ പറയാനായിട്ട് ഇവർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ആണെങ്കിൽ തീർച്ചയായും ഈ പറഞ്ഞ 3 പേരും പറയുന്ന കറക്റ്റാണ്. പക്ഷെ ഒരു കക്ഷി പറയുന്നതിൽ അല്പം വ്യത്യാസം വന്നു. ആ ആളിൻ്റെ പേര് ഹംസു എന്നാണ്. ആ ആളിൻ്റെ പേര് ഹംസു എന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ഹംസു എന്ന് പറയുന്ന വ്യക്തി യഥാർത്ഥത്തിൽ മുൻപ് അയാളെ ചെറുപ്പകാലത്ത്, ശരിക്കും പറഞ്ഞാൽ 17ാമത്തെ വയസ്സിലാണ് അയാൾ ബാലപീഡനം എന്ന് പറഞ്ഞാൽ ലൈംഗിക പീഡനത്തിൻ്റെ പേരിൽ പോലീസിന് ഒരു പെറ്റീഷൻ കിട്ടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളെ പിടിച്ചിട്ടുള്ള കാര്യം ക്രൈം റെക്കോർഡ്സിൽ ഉണ്ട്. അപ്പോൾ ഈ ഹംസുവിന് ഈ പരിപാടി ഇപ്പോഴും ഉണ്ടാകാം എന്ന് പോലീസ് സംശയിക്കുന്നു. മറ്റു 3 പേർക്കും ഉണ്ട്. പക്ഷേ ഈ ക്രൈമിൽ അവർ പറഞ്ഞതെല്ലാം കറക്റ്റാണ്. അവർ പറഞ്ഞത് കറക്റ്റായതുകൊണ്ട് തന്നെ പറഞ്ഞത് കറക്റ്റ് അല്ലാത്ത വ്യക്തി ആരെങ്കിലും ഉണ്ടോ, അവനെയാണ് ആദ്യം സംശയിക്കാൻ. അങ്ങനെ പറഞ്ഞ വ്യക്തി ഹംസു മാത്രമാണ്. അപ്പോൾ പോലീസിന് ഇപ്പോൾ മുമ്പിലുള്ളത് എന്താണ്? ഹംസു എന്ന് പറയുന്ന ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ ഒരാൾ. അപ്പോൾ അയാളുമായി കണക്ട് ചെയ്യുന്ന വിവരം, അയാൾ പറഞ്ഞത് തലേന്ന് രാത്രി 11 മണിയോടുകൂടി തന്നെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോയി എന്നുള്ളതാണ്. പക്ഷേ അയാളെ വീട്ടിൽ അയാളറിയാതെ അന്വേഷണത്തിനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരോട് ഹംസുവിൻ്റെ ഭാര്യ പറഞ്ഞത് ഇയാൾ 4:30 മണിക്ക് വീട്ടിലെത്തി എന്നുള്ളതാണ്. അപ്പോൾ പുലർച്ചെ 4:30 മണിക്ക് ഇയാൾ എത്തി. ഇയാൾ പറയുന്നത് 11 മണി, രാവിലെ 11 മണിക്കാണ് എത്തിയതെന്ന്. ആ കോൺട്രഡിക്ഷനിലാണ് ഇപ്പോൾ SP TK തോമസ് പിടികൂടിയിരിക്കുന്നത്.
അംസുവിനോട് ചോദിച്ചു, അംസു, ഈ പറയുന്നത് കൃത്യമല്ലല്ലോ, നീ പൊളി പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കാനൊന്നും നോക്കണ്ട, നീ 11 മണിക്ക് പോയി എന്ന് പറയുന്നു, നിന്റെ ഭാര്യ പറയുന്നു 4:30-ക്കാണെന്ന്, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അംസു പറഞ്ഞു, അയ്യോ സാറേ, അങ്ങനെയാണെങ്കിൽ എനിക്ക് തെറ്റിപ്പോയതായിരിക്കാം, കാരണം ഉറക്കപ്പിച്ചോടുകൂടിയാണ് ഞാൻ പോയത്, അപ്പോൾ സമയമൊന്നും ഞാൻ നോക്കിയില്ല, ഒരു പക്ഷേ അത് രാവിലെ 4:30 മണിക്കായിരിക്കാം എന്ന് അയാൾ ഒരു പരിങ്ങലോടെ പറയുന്നു. ഈ പരിങ്ങലും പരിഭ്രാന്തിയും കാണുമ്പോൾ തന്നെ പോലീസിന് ഏകദേശം കാര്യം ഉറപ്പുണ്ട്. അങ്ങനെ ഉറപ്പ് വന്നതുകൊണ്ട് തന്നെ എല്ലാവരോടും ആരെയും വിട്ടില്ല. പോലീസ് ഈ 4 പേരോടും പോലീസ് സ്റ്റേഷനിൽ തന്നെ തുടരാൻ പറയുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് ടി.കെ. തോമസ് എടുത്തത്, ഈ അവിടെ നിന്നും കണ്ടെത്തിയ ആ അടിവസ്ത്രം, ആ ഷഡ്ഡി, അതിനകത്ത് നേരത്തെ പറഞ്ഞു, അതിനകത്ത് ഒരു മാർക്കുണ്ട്, MR എന്ന് പറയുന്ന ഒരു മാർക്ക് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അത് ബ്രാൻഡ് നെയിമാണ്. ഈ ഷഡ്ഡികൾക്ക് സാധാരണയിൽ കമ്പനി അവരുടേതായ ബ്രാൻഡ് നെയിം എഴുതും. അത് അടിവസ്ത്രത്തിൽ തന്നെ നമുക്ക് കാണാനും കഴിയും. അതിൻ്റെ സെൻറ്റിമീറ്റർ 95-മാണ്. പോലീസ് ആ ലോക്കൽ ചാവക്കാട് സമീപ പ്രദേശത്ത്, പ്രത്യേകിച്ച് ഹംസുവിൻ്റെ വീടിരിക്കുന്നതിന് സമീപ പ്രദേശത്തെ ടെക്സ്റ്റൈൽസിൽ പോയിട്ട് ഇത് ലോക്കലായിട്ട് ഇതാരാണ് വാങ്ങുന്നത് എന്ന് പരിശോധിക്കുകയാണ്. പക്ഷേ അവർക്ക് എത്രയോ പേര് MR ബ്രാൻഡുള്ളത് വാങ്ങിക്കൊണ്ടു പോകുന്നു. അത് ഹംസു തന്നെയാണോ വാങ്ങിയത് അല്ലാത്തതെന്ന് അവർക്കറിയാൻ പറ്റില്ല. ആരുടെയും പേരോ വിവരമോ അവർ എഴുതി വെക്കാറില്ല. ആരുടെയെങ്കിലും വാങ്ങുന്ന ആളിന് ബില്ല് കൊടുക്കും. ആ ബില്ല് കൊടുക്കുമ്പോൾ ചിലർ അവരുടെ പേര് പറഞ്ഞാൽ ആ ബില്ല് കൊടുക്കുമ്പോൾ ഇല്ലാതെ അവിടെ ഒരു റെക്കോർഡും ഇല്ല. പോലീസ് ആ റിപ്പോർട്ട് DYSPക്ക് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഈ സാധാരണ ഞാൻ പറഞ്ഞല്ലോ ആദ്യം, പോലീസിന് ഒരു 4-ാം കണ്ണുണ്ട്. ആ 4-ാം കണ്ണ് വർക്ക് ചെയ്യും. ആ സമയത്ത് 4-ാം കണ്ണ് എന്ന് പറഞ്ഞാൽ ഈ ഹംസയെ ഈ നോർമലി ഒരു MR ബ്രാൻഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ആ വ്യക്തി അയാളുടെ ലൈഫിലുടനീളം അത് MR ബ്രാൻഡ് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ഹംസു MR ബ്രാൻഡ് ഇപ്പോൾ ധരിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഹംസുവിനെ മാത്രം തുണി അഴിച്ചു നോക്കണ്ട, 4 പേരെ നിരത്തി നിർത്താൻ പറഞ്ഞു DYSP. പോലീസ് അത് ചെയ്തു. പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾക്ക് ചില കാര്യങ്ങൾക്ക് വേണ്ടി പരിശോധിക്കാം, അതുകൊണ്ട് നിങ്ങൾ തുണി മാറ്റണം, നിങ്ങളുടെ അടിവസ്ത്രം എനിക്ക് കാണണം എന്ന് പറയുകയാണ്. 4 പേരും അന്തം വിടുകയാണ്. എന്തിനാ സാർ ഞങ്ങൾ അടിവസ്ത്രം സാറ് കാണുന്നത്, ഞങ്ങൾ തുണി കഴിക്കുന്നത് എന്തിനാ? അത് കാര്യമുണ്ട്, അത് പോലീസിന് അത് പ്രത്യേകിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്തണമെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി തരാം, ഇല്ല എങ്കിൽ നിങ്ങൾക്ക് തല്ല് വാങ്ങാതെ മുണ്ടഴിച്ചു മാറ്റാൻ പറഞ്ഞു. നിവർത്തിയില്ല, പറഞ്ഞത് തന്നെ ചെയ്തേ പറ്റൂ. കാരണം ഈ 4 പേരും ക്രൈം കേസുകൾ ഉണ്ടായിരുന്ന ആളുകളാണ്, പോലീസിൻ്റെ നോട്ടംപുള്ളികളാണ്. പോലീസ് പറഞ്ഞാൽ ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ ഇടി കിട്ടുമെന്നറിയാം. പിന്നീടല്ലേ കോടതിയിൽ പോയി തല്ല് കിട്ടി എന്ന് പറയാൻ പറ്റൂ. 4 പേരും തുണി അഴിച്ചു, യാതൊരു മടിയില്ലാതെ തുണി അഴിച്ചു. തുണി അഴിക്കാൻ മടി കാണിച്ച ഒറ്റയാൾ ഹംസുവാണ്. ഹംസു പറഞ്ഞു, എനിക്കങ്ങനെ എൻ്റെ വിശ്വാസം അനുസരിച്ച് എനിക്ക് അന്യരുടെ മുമ്പിൽ നഗ്നത പ്രദർശിപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പിടികൂടാൻ തുടങ്ങിയെങ്കിലും DYSP പറഞ്ഞു, അതൊക്കെ കയ്യിലിരുന്നാൽ മതി ഹംസു, ഇല്ലെങ്കിൽ എൻ്റെ തുണി ഞങ്ങൾ എൻ്റെ ആളുകൾ ഇപ്പോൾ അഴിച്ചു മാറ്റാൻ പറഞ്ഞു. അങ്ങനെ ഹംസു അഴിച്ചു മാറ്റി. നോക്കുമ്പോൾ ക്ലിയർ, MR ബ്രാൻഡ് തന്നെയാണ് ഹംസു ധരിച്ചിരിക്കുന്നത്. ഈ കുട്ടിയുടെ ഡെഡ് ബോഡി കിട്ടിയ സ്ഥലത്ത് നിന്നും കണ്ടെത്തിയതും MR ബ്രാൻഡ് തന്നെയാണ്. ഹംസു 4 പേരിൽ ഹംസു മാത്രമാണ് MR ബ്രാൻഡ് ധരിച്ചിരിക്കുന്നത്. ഇനി ഹംസുവിന് വേറൊന്നും പറയാനില്ല. ഹംസു വാ ഇവിടെ ഇരിക്കെ. മറ്റ് 3 പേരോടും പോലീസ് സോറി പറഞ്ഞ് അവരെ സ്റ്റേഷനിൽ നിന്ന് വിടുകയാണ്. ഇനി ഹംസു തന്നെയാണ് പ്രതി, ഇനി മറ്റൊന്നും നോക്കാനില്ല. ഹംസു മുമ്പ് 17ാമത്തെ വയസ്സിൽ ഒരു കൊച്ചുകുട്ടിയെ ഇതേപോലെ പീഡിപ്പിച്ചവനാണ്. അതുപോലെ ചില്ലറ കംപ്ലൈൻറ്റുകൾ ലൈംഗിക കാര്യത്തിൽ വന്നിട്ടുമുണ്ട്. ഇനി യവനെ വിടണ്ട, യവൻ തന്നെയാണ് ബുക്ക് ചെയ്യേണ്ട ആൾ. അങ്ങനെ ബുക്ക് ചെയ്ത് അവിടെ ഇരുത്തി കഴിഞ്ഞതിന് ശേഷം പോലീസ് ക്ലിയറായിട്ട് ഹംസയോട് പറയുന്നു, ചങ്ങാതി ഇടി വേണോ കാര്യം പറയുമോ, ഒന്നുകിൽ ഇടിച്ച് നിന്നെ കൊണ്ട് കാര്യം പറയിപ്പിക്കും, അത് വേണോ, നീ സത്യം പറയുമോ, സത്യം പറഞ്ഞാൽ നിന്നെ സംബന്ധിച്ചിടത്തോളം നിനക്ക് ഇടി കിട്ടൂല, മറ്റത് ഇടിയും കിട്ടും, സത്യം പറയേണ്ടിയും വരും. നയപരമായ ഈ ഇടപെടൽ ഹംസു തുറന്നു പറഞ്ഞു, ഞാൻ തന്നെയാണ് അത് ചെയ്തത്. യഥാർത്ഥത്തിൽ ഞാൻ ആ ഉത്സവ പറമ്പിലുള്ളപ്പം ഈ കുട്ടി ഈ മാമൻ്റെ ഭാഗത്ത് നിന്നും ഇങ്ങനെ വിട്ട് അവിടെ കളിപ്പാട്ടം നോക്കി നടക്കുന്നത് ഞാൻ കണ്ടു. കളിപ്പാട്ടത്തിൽ കൗതുകമുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ഞാൻ പതുക്കെ അവനോട് ചോദിച്ചു, കളിപ്പാട്ടം വേണോ മോനെ എന്ന് ചോദിച്ചപ്പോൾ അവൻ ചാടി വീണു. വേണം മാമ എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞു. അവനെ എന്നെ കണ്ടിട്ടില്ല, അറിഞ്ഞൂടാ, എങ്കിലും കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൻ പതുക്കെ എന്നെ
പറ്റിപ്പിടിച്ചു. ഞാൻ അവനെ കൊണ്ടു കിടന്ന് 1-2 കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ കളിപ്പാട്ടത്തിൻ്റെ കൗതുകവും കൊണ്ട് അവനങ്ങനെ നിന്നു. അവന് വലിയ ഇഷ്ടമായി. കപ്പലണ്ടി വേണമെന്ന് പറഞ്ഞാൽ അത് വാങ്ങിച്ചു കൊടുത്തു. ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞാൽ അത് വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ കൊടുത്ത് ഏകദേശം അവനുമായിട്ട് ഞാൻ അരമണിക്കൂർ അടുത്തപ്പോൾ പതിയെ അവനെയും കൊണ്ട് ഇനി ഞാൻ അങ്കിള് നിനക്കൊരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവനെ കൊണ്ടുപോവുകയാണ്. ഒരുപാട് കളിപ്പാട്ടം ഞങ്ങൾ അവിടെ ഒരു സഞ്ചിയിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അതും കൂടി നിനക്ക് തരാമെന്ന് പറഞ്ഞ് ഈ പയ്യനെ പറ്റിച്ച് പതുക്കെ ഒരേയിടത്തിലേക്ക് ആരുടെയും കണ്ണിൽപ്പെടാതെ കൊണ്ടുപോവുകയാണ്. പാതിരാത്രി വെളുപ്പംകാലം ആകുന്നു ഈ സമയത്ത്. ഈ ചെറുക്കൻ ഈ അംസുവിൻ്റെ കൂടെ അവിടെ പോവുകയാണ്. കളിപ്പാട്ടത്തിൻ്റെ കൗതുകത്തിലാണ് ഈ പാവം കുട്ടി പോണത്. അവിടെ എത്തിയ ഉടനെ ഇവന് ഇരുട്ടും പുരയിടമൊക്കെ കണ്ട് പേടിയായി. ഞാൻ പോവുകയാണ്, എനിക്ക് കളിപ്പാട്ടമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അവൻ ഓടാൻ തുടങ്ങുമ്പം ഇയാൾ പിടിച്ചു കൈതട്ടി അവൻ ഓടി. പക്ഷെ ഒരു കാര്യം പറ്റി, അവൻ പോകുന്ന പോക്കിൽ കല്ലിൽ തട്ടി ഉരുണ്ട് താഴെ വീണു. ഇതാണ് അംസുവിന് വേണ്ടിയിരുന്നത്. അവൻ നിലത്ത് കാല് തട്ടി വീണു. ഇനി അംസുവിൻ്റെ കാര്യം തുടങ്ങാം. അംസു അവൻ്റെ പിന്നെ ലൈംഗികമായിട്ട് ആ കിടപ്പിൽ തന്നെ അയാൾ ഉപയോഗിക്കുകയാണ്. അവനെ നിലവിളിക്കാതിരിക്കാൻ വായ പൊത്തിപ്പിടിക്കുകയാണ്. എന്നിട്ട് ആ 11 വയസ്സുകാരനായ പാവം കുട്ടിയുടെ മേലിൽ അവൻ്റെ ലൈംഗിക ചേഷ്ട അവൻ ഏതാണ്ട് 3/4 മണിക്കൂറോളം അവൻ ചെയ്തു എന്നാണ് അംസു ഏറ്റുപറഞ്ഞത്. അത് കഴിഞ്ഞതിന് ശേഷം പേടിച്ച് ഇനി ആരെങ്കിലും കണ്ടാലോ എന്ന് കരുതി എഴുന്നേറ്റ് അംസു ഓടുകയാണ്. അംസു ഓടുമ്പം പരിസരത്ത് ആരോ വന്നു എന്നൊരു തോന്നൽ അംസുവിന് വന്നപ്പോഴാണ് ആ ഓട്ടം തുടങ്ങിയത്. അപ്പോൾ ഈ അടിവസ്ത്രം ഇടാൻ പോലും അംസുവിന് ധൈര്യം വന്നില്ല. അംസു നേരെ ഓടി വീട്ടിൽ പോയി വീട്ടിനകത്ത് കിടപ്പായി. പിറ്റേന്ന് ഈ വാർത്ത ഈ ഭാര്യയും മറ്റുള്ളവരും പറഞ്ഞറിഞ്ഞിട്ട് ഈ ഡെഡ് ബോഡി കാണാൻ വന്നതും അംസു ഉണ്ട്. അതാണ് പലപ്പോഴും പല എപ്പിസോഡിലും പറയാറുള്ളത്. ഈ ക്രൈം ചെയ്തവൻ ആ സ്പോട്ടിൽ മറ്റാളുകൾ അറിഞ്ഞ് എത്തും. അവിടെ മുങ്ങിക്കളയില്ല. ചിലർ മുങ്ങും, ചിലർ അവിടെ വരും. കാരണം ആർക്കും സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയാണ് അവർ അവിടെ വരുന്നത്. ഇനി അടുത്ത റിപ്പോർട്ടിൽ ഫോറൻസിക് വിഭാഗം ഉറപ്പാക്കി കൊടുത്ത മറ്റ് ചില എവിഡൻസുകളുണ്ട്. ഒന്ന്, ഈ അടിവസ്ത്രത്തിൽ പുരണ്ടിരുന്ന സെമൻ അത് അംസയുടേത് തന്നെയാണ്. അപ്പോൾ ആ കുട്ടിയുടെ സമീപത്ത് ഈ ഉണ്ടായിരുന്ന അംസു ആ പയ്യനെ ഉപയോഗിച്ച ശേഷം അതിൽ ഈ അംസുവിൽ നിന്നും പുറത്തു വന്ന ഈ സെമൻ ഈ അയാളുടെ തന്നെ ഷഡ്ഡിയിൽ പിടിച്ചു എന്നുള്ളതാണ്. കുട്ടിയുടെ ശരീരത്തും ആ സെമനുണ്ട്. അത് DNA മാച്ച് ചെയ്യുന്നു. അത് അംസുവിൻ്റെ തന്നെയാണ്. പിന്നീട് അംസുവിൻ്റെ വീട്ടിൽ നിന്നും കണ്ടെടുത്ത ചെരുപ്പിൽ ഈ പുരയിടത്തിൽ നിന്നുള്ള മണ്ണ് പറ്റിപ്പിടിച്ചിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല അംസുവിൻ്റേതായ ഗന്ധം പോലീസ് നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. പോലീസിൻ്റെ തെളിവുകൾ എല്ലാം ചേർത്ത് വരുമ്പോൾ അംസു പറഞ്ഞ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് അംസു ഈ കുറ്റം ചെയ്തതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞ ഒരു ഫാൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് പോലീസിന് തെളിയുകയാണ്. കൃത്യമായ ഈ പോലീസിൻ്റെ ചാർജ് ഷീറ്റ് വ്യക്തവും ശക്തവുമായിരുന്നു. ഒരു കാരണവശാലും അംസു രക്ഷപ്പെടാതിരിക്കാനുള്ള എല്ലാ പോയിന്റുകളും അതിനകത്ത് വന്നു. കോടതിയിൽ അംസു കുറ്റവാളിയാണെന്ന് തെളിയിക്കപ്പെടുക തന്നെ ചെയ്തു. അംസുവിന് ഈ കുറ്റത്തിൽ കോടതി വിധിച്ചത് എന്താണെന്ന് അറിയാമോ? കോടതി വധശിക്ഷയാണ് വിധിച്ചത്. ആ വധശിക്ഷ എന്ന് പറഞ്ഞാൽ ഇത് അപൂർവമായ കേസ് തന്നെ. കാരണം 10 വയസ്സുള്ള ഒരു കുട്ടിയെ ലൈംഗികപരമായ താല്പര്യത്തിനു വേണ്ടി ഇയാൾ ഉപയോഗിച്ചു. അത് പെട്ടെന്ന് സംഭവിച്ചതല്ല. ഒരു പ്രൊഫഷണലായി മുൻപും ഇത് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അയാളുടെ സ്വഭാവം ഇതാണ്. ആ സ്വഭാവത്തിന് അയാൾ കുട്ടികളെ പലവട്ടം പല സമയങ്ങളിൽ പീഡിപ്പിച്ചിട്ടുണ്ട്. ഇത് അവസാനത്തെ പീഡനമാണ്. മുമ്പ് ചെയ്തിട്ടുള്ളത് ഒരു തരത്തിലും കൊലപാതകത്തിലേക്ക് എത്തിയിട്ടില്ല. ഇവിടെ കൊലപാതകവും നടന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ജീവപര്യന്തം ശിക്ഷ മതിയാവില്ല, വധശിക്ഷ തന്നെ വേണം എന്ന് അദ്ദേഹം കോടതി തീരുമാനിക്കുകയും കോടതി അതനുസരിച്ച് വിധി പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നേ പ്രശസ്തനായ കമാൽ പാഷ എന്ന ജഡ്ജിയാണ് ഈ വിധിയും പറഞ്ഞത്. അങ്ങനെ ഇടക്കടയൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടയിൽ പാവം ഒരു കുട്ടിയെ കൊന്ന ഈ അംസയെപ്പോലുള്ള ഒരു നരാധമൻ്റെ കഥയാണ് ഇന്നത്തേത് പറഞ്ഞത്. ആ പോലീസിന് അതിലേക്ക് എത്താൻ തെളിവ് കൊടുത്തത് ധരിച്ചിരുന്ന MR ബ്രാൻഡ് അണ്ടർവിയർ. അങ്ങനെ എപ്പോഴെങ്കിലും പ്രതി തന്നെ ഒരു തെളിവ് ഇട്ടുകൊടുക്കും. പോലീസ് സമർത്ഥമായി ആ തെളിവിലൂടെ പ്രതിയിലേക്ക് എത്തുകയും ചെയ്യും.
താല്പര്യമുള്ള ഒരു പോലീസ് ഓഫീസർ ആണെങ്കിൽ നിമിഷങ്ങൾ, ഇതിന് വലിയ കൂടുതൽ ദിവസമൊന്നും വന്നില്ല, വിത്തിൻ 2 ഡേയ്സിനുള്ളിൽ പോലീസ് തെളിയിച്ച ഒരു ക്രൈം സ്റ്റോറി കൂടിയാണ് ഇത്. ഇത്തരത്തിലുള്ള ക്രൈം സ്റ്റോറീസ് ഇനിയും വരുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.